First question, the positive plate of lead acid battery consists of grid filled with paste of. ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. അതായത് ലെഡ് ആസിഡ് ബാറ്ററിയിലെ പോസിറ്റീവ് പ്ലേറ്റിലുള്ള ആക്റ്റീവ് മെറ്റീരിയൽ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. പോസിറ്റീവ് പ്ലേറ്റ് ഓഫ് ലെഡ് ആസിഡ് ബാറ്ററി കൺസിസ്റ്റ് ഓഫ് ഗ്രിഡ് ഫിൽഡ് വിത്ത് പേസ്റ്റ് ഓഫ്. അപ്പൊ എന്താണ് ലെഡ് ആസിഡ് ബാറ്ററിയിലെ പോസിറ്റീവ് പ്ലേറ്റിലുള്ള മെറ്റീരിയൽ എന്താണ്? ആക്റ്റീവ് മെറ്റീരിയൽ. അപ്പൊ നമ്മൾ നോക്കിയതാണ് PbO2 ആണ് പോസിറ്റീവ് പ്ലേറ്റിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ. അപ്പൊ ആൻസർ ഈസ് ഓപ്ഷൻ സി, PbO2. ഓക്കെ, ഇനി PB എന്തായിരുന്നു? PB എന്ന് പറയുന്നത് നെഗറ്റീവ് പ്ലേറ്റിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ആയിരുന്നു. PbSO4 എന്തായിരുന്നു? ബാറ്ററി ഡിസ്ചാർജ് ആകുന്ന സമയത്ത് പോസിറ്റീവ് പ്ലേറ്റിലും നെഗറ്റീവ് പ്ലേറ്റിലും ക്രിയേറ്റ് ആവുന്നത് PbSO4 ആയിരുന്നു. H2SO4 എന്താണ്? സൾഫ്യൂരിക് ആസിഡിന്റെ കെമിക്കൽ ഫോർമുലയാണ്. സൾഫ്യൂരിക് ആസിഡ് ആണ് അവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഈസ് PbO2, ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The test for finding chemical condition of positive and negative plate is. അതായത് ബാറ്ററിക്കുള്ളിലെ പോസിറ്റീവ് പ്ലേറ്റിന്റെയും നെഗറ്റീവ് പ്ലേറ്റിന്റെയും കെമിക്കൽ കണ്ടീഷൻ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്? ഓപ്പൺ വോൾട്ടേജ് ടെസ്റ്റ് ആണോ? സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ് ആണോ? ഹൈ ഡിസ്ചാർജ് ടെസ്റ്റ് ആണോ? കാഡ്മിയം ടെസ്റ്റ് ആണോ? ഓപ്ഷൻ ഡി ആണ് കാഡ്മിയം ടെസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ആദ്യത്തെ 3 ടെസ്റ്റുകളും ബാറ്ററിയുടെ പുറമേ ഉള്ള കണ്ടീഷൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ബാറ്ററിക്ക് ഉള്ളിലുള്ള പ്ലേറ്റുകളുടെ കണ്ടീഷൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കാഡ്മിയം ടെസ്റ്റ് ആണ്. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, കാഡ്മിയം ടെസ്റ്റ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 3, ദി കപ്പാസിറ്റി ഓഫ് ലെഡ് ആസിഡ് സെൽ ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ഇൻ. ഇപ്പൊ നമ്മള് ബാറ്ററി റേറ്റിംഗ് പറഞ്ഞ സമയത്ത് ബാറ്ററിയുടെ കപ്പാസിറ്റി പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടേം എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ബാറ്ററിയുടെ റേറ്റിംഗ് നമ്മൾ പറഞ്ഞു, അതിനൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു പോയ കാര്യമാണ് എത്ര നേരത്തേക്ക് എത്ര കറണ്ട് സപ്ലൈ ചെയ്യുന്നു, അതാണ് അവിടുത്തെ അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ആംബിയർ അവർ, ഓപ്ഷൻ ബി വാട്ട്സ്, ഓപ്ഷൻ സി വോൾട്ടേജ്, ഓപ്ഷൻ ഡി ആംബിയർ. ഇതിനകത്ത് അതിന്റെ കപ്പാസിറ്റി പറയുന്നത് ഓപ്ഷൻ എ ആണ്, ആംബിയർ അവർ. അതായത് എത്ര പീരീഡിലേക്ക് എത്ര കറണ്ട് സപ്ലൈ ചെയ്യുന്നു, അതാണ് ആ ബാറ്ററിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ എ, ആംബിയർ അവർ. അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Question number 4. How many cells are used in 12-volt car battery? 12-volt car ബാറ്ററിക്കകത്ത് എത്ര സെല്ലുകൾ ഉണ്ട്? അപ്പൊ നമുക്കറിയാം ഒരു സെല്ലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാ? 2 വോൾട്ട് ആണ് ലെഡ് ആസിഡ് ബാറ്ററിയുടെ. അപ്പൊ അങ്ങനെ ഒരു 12-volt ബാറ്ററിക്കകത്ത് എത്ര എണ്ണം ഉണ്ടാവും? 12 ഡിവൈഡഡ് ബൈ 2. ഇപ്പൊ എത്ര എണ്ണം കാണും? 6 സെല്ലുകൾ ഉണ്ടാവും. അപ്പോൾ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 6. ഇപ്പോൾ ഒരു 12-volt ബാറ്ററിക്കകത്ത് എത്ര സെല്ലുകളുണ്ട്? 6 സെല്ലുകളുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5. ഇൻ എ ലെഡ് ആസിഡ് ബാറ്ററി there are 6 positive plates. How many number of negative plates are there in the same battery? അതായത് ഒരു ലെഡ് ആസിഡ് ബാറ്ററിക്കകത്ത് 6 പ്ലേറ്റുകളുണ്ട്. ഒരു സെല്ലിനകത്ത് 6 പ്ലേറ്റുകളുണ്ട്, 6 പോസിറ്റീവ് പ്ലേറ്റുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ നെഗറ്റീവ് പ്ലേറ്റുകളുടെ എണ്ണം എത്ര? അത് നമ്മൾ പറഞ്ഞായിരുന്നു. പോസിറ്റീവ് പ്ലേറ്റുകളെക്കാളും എപ്പോഴും 1 കൂടുതലായിരിക്കും അവിടുത്തെ നെഗറ്റീവ് പ്ലേറ്റിന്റെ എണ്ണം. ആണെങ്കിൽ പോസിറ്റീവ് പ്ലേറ്റുകൾ ഉണ്ടെങ്കിൽ നെഗറ്റീവ് പ്ലേറ്റുകളുടെ എണ്ണം എത്രയായിരിക്കും?
6 plus 1 7. 7. 6 plus 1, that is 7. So option B, answer is 7. Okay. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which instrument is used to measure specific gravity of a battery? ഇപ്പൊ നമ്മൾ പറഞ്ഞതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ബാറ്ററിയുടെ ഇലക്ട്രോലൈറ്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? Hydrometer. ഓപ്ഷൻ എ പൈറോമീറ്റർ, ഓപ്ഷൻ ബി ഹൈഡ്രോമീറ്റർ, ഓപ്ഷൻ സി ലാക്ടോമീറ്റർ, ഓപ്ഷൻ ഡി ഫ്യൂവൽ ഗേജ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ഹൈഡ്രോമീറ്റർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. Correct answer is option B, hydrometer. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. With increase in the battery temperature, the specific gravity of the electrolyte. അതായത് ബാറ്ററിയുടെ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഇലക്ട്രോലൈറ്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് എന്ത് മാറ്റം വരും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻസ് നോക്കുക. ഇൻക്രീസസ്, decreases, remain same and none of the above. അപ്പൊ എന്താണ് പറഞ്ഞേക്കുന്നത്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ത് സംഭവിക്കും? റിവേഴ്സ് പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്തായിരിക്കും? ഡിക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഡിക്രീസ് ചെയ്യും. അപ്പൊ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, ഡിക്രീസസ്. Then next question. Cells are connected in parallel. അതായത് സെല്ലുകൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ടു ഇൻക്രീസ് ദി ഇന്റേണൽ റെസിസ്റ്റൻസ്, പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത ഇന്റേണൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. ടു ഇൻക്രീസ് ദി വോൾട്ടേജ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും. ടു ഇൻക്രീസ് ദി എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും. ടു ഇൻക്രീസ് ദി കറണ്ട് കപ്പാസിറ്റി, ഇതിൽ ഏതാണെന്നാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വോൾട്ടേജ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും. ഇവിടെ സീരീസ് ആണോ പറഞ്ഞേക്കുന്നത്? അല്ല, പാരലൽ ആണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? കറണ്ട് ഔട്ട്പുട്ട് ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. ടു ഇൻക്രീസ് ദി കറണ്ട് കപ്പാസിറ്റി. അപ്പോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ടു ഇൻക്രീസ് കറണ്ട് കപ്പാസിറ്റി. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഈ ഒരു പോർഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ ആണ് നമ്മൾ ലാസ്റ്റ് സ്ലൈഡിൽ ആൻസേഴ്സ് മാത്രമായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ